റിയൽമിയുടെ റിയൽമി GT7 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഏപ്രിൽ 23-ന് ചൈനീസ് മാർക്കറ്റിൽ റിയൽമി GT7 എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു വെർഷൻ ആയിരിക്കില്ല ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേ പേരിൽ വേറൊരു ഫോണായിരിക്കും വരിക. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമി GT7 എന്ന ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോകുന്ന റിയൽമി GT7 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഇതിൽ വരും. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ 2600 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ കൂടിയ 6000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ട്രിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. IP68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് ഈ ഫോണിൽ വന്നേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇപ്പോൾ ഗേക്ക്ബെൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലായത് ഇതിൽ MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നുമല്ല, എന്നാലും കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ 50,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. മിക്കവാറും ഫോണിൻ്റെ വില 40,000 രൂപയ്ക്ക് താഴെയായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരും. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. പിന്നെ ഫോൺ വെട്ട നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിൻ്റെ സോണി IMX882ൻ്റെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇതിൽ OSൻ്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. അപ്പോൾ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം എന്നേ ഉള്ളൂ. ഇത് മിക്കവാറും ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയ 7000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type C ചാർജിങ് പോർട്ടും ഇതിൽ വരും. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുറച്ച് മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ റിയൽമി Neo 7 എന്ന പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ വരാൻ പോകുന്ന റിയൽമി GT7 എന്ന സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ റിയൽമി Neo 7 എന്നുള്ള സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ഏകദേശം 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ആ ഒരു പ്രൈസിങ്ങിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ഈ ഫോണിൻ്റെ വില ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും റിയൽമി GT7 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.